ലോകം ഇന്ന് ശ്വാസം അടക്കി പിടിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് നോക്കുന്നത്. വാർത്താ ചാനലുകളിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ദൃശ്യങ്ങൾ നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയാതെ നമ്മുടെ പോക്കറ്റിലേക്കും വണ്ടിയുടെ ഇന്ധന മീറ്ററിലേക്കും ഒന്ന് നോക്കിപ്പോകും. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കില്ല. അത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു സാമ്പത്തിക സുനാമി ആയിരിക്കും. ലോകത്തിന്റെ ഇന്ധനശാല എന്ന് വിളിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിൽ ഒരു തീപ്പൊരി വീണാൽ അതിന്റെ ചൂട് ആദ്യം അനുഭവപ്പെടുക നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അടുക്കളയിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയധികം നിർണായകമാകുന്നത് നമ്മൾ ചിന്തിച്ചേക്കാം. അതിനുള്ള ഉത്തരം ഹോർമൂസ് കടലിടുക്ക് എന്നൊരു ചെറിയൊരു ജലപാതയിലാണ്. ഭൂപടത്തിൽ നോക്കിയാൽ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ വഴി. പക്ഷേ ഈ ചെറിയ വഴിയിലൂടെയാണ് ലോകത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കൂറ്റൻ എണ്ണക്കപ്പലുകൾക്ക് ലോക വിപണിയിലെത്താൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇറാന്റെ തീരത്തോട് ചേർന്നു നിൽക്കുന്ന ഈ പാത അവർ ഒന്ന് തടസ്സപ്പെടുത്തിയാൽ മതി, ലോകം ഇരുട്ടിലാകും. ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഈ പാത അടയ്ക്കുക എന്നതായിരിക്കും. അങ്ങനെ വന്നാൽ ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത പെട്ടെന്ന് കുറയുകയും വില ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം കുതിച്ചുയരുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. നമ്മുടെ രാജ്യം അതിന്റെ ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ 100 രൂപക്ക് അടിക്കുന്ന പെട്രോൾ യുദ്ധം തുടങ്ങിയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 150-200 കടന്നേക്കാം. പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ അത് കേവലം യാത്രക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്. സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികളുടെ വാടക കൂടും. അതോടെ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വലിയ വിലകയറ്റമുണ്ടാകും. രൂപയുടെ മൂല്യം ഇടിയാനും പണപ്പെരുപ്പം വർദ്ധിക്കാനും ഇത് കാരണമാകും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ വീഴുന്ന ഒരു ബോംബ് നമ്മുടെ മാസ ബജറ്റിന്റെ തകിടെ മറിക്കും. എന്നാൽ ഇത്തരമൊരു അടിയന്തര സാഹചര്യം നേരിടാൻ ഇന്ത്യ എത്രത്തോളം തയ്യാറാണ് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് എന്നൊരു സംവിധാനമുണ്ട്. വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ എന്നിവിടങ്ങളിൽ ഭൂമിക്കടിയിലായി കൂറ്റൻ പാറകൾ തുരന്ന് നിർമ്മിച്ച എണ്ണശേഖരണശാലകളാണിവ. യുദ്ധം കാരണം എണ്ണ ഇറക്കുമതി തടസ്സപ്പെട്ടാൽ ഏകദേശം 9 മുതൽ 12 ദിവസം വരെ രാജ്യത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ശേഖരം മതിയാകും. ഇതിനു പുറമെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കയ്യിൽ ഏകദേശം 60 ദിവസത്തേക്കുള്ള കരുതലുണ്ട്. കൂടാതെ റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ബദൽ മാർഗങ്ങളിലൂടെ എണ്ണ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. എങ്കിലും ഒരു ദീർഘകാല യുദ്ധമുണ്ടായാൽ ഈ കരുതലുകളെല്ലാം പെട്ടെന്ന് തീർന്നു പോകും എന്നതാണ് വാസ്തവം. നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സോളാർ എനർജിയിലേക്കും മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ഇപ്പോഴും എണ്ണയുടെയും അത് കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെയും കയ്യിലാണ്. പെട്രോൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സമാധാനമാണ് ലോകത്തിന് ആവശ്യം. അല്ലെങ്കിൽ വണ്ടി നിരത്തിലിറക്കാൻ സാധാരണക്കാരൻ 10 ഇരട്ടി അധ്വാനിക്കേണ്ടി വരും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് തകർക്കുന്നത് നമ്മളെപ്പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയുമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? വരാനിരിക്കുന്ന ഈ മാറ്റങ്ങളെ നേരിടാൻ നമ്മൾ സജ്ജരാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.